ആളറിഞ്ഞു കളിക്കട. സുപ്രിയ മേനോൻ്റെ പ്രയോഗമെടുത്ത് പൃഥ്വിരാജിനെ തിരിച്ചടിച്ച് RSS ഹാൻഡിലുകൾ. എമ്പുരാൻ സിനിമയിലെ ഗോത്രകലാപവും തുടർ സംഭവങ്ങളിലും ഉറഞ്ഞു തുള്ളിയിരുന്ന RSS സൈബർ ഹാൻഡിലുകൾ ഇപ്പോൾ പൂർണ്ണമായും പൃഥ്വിരാജിന് നേരെ തിരിഞ്ഞു. ചിത്രത്തിൽ 17 കട്ടുകൾ വേണമെന്ന് നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരം തീരുമാനമായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് ആക്രമണം ട്രോളുകളിലേക്ക് കടന്നത്. പഴയ രാജപ്പൻ വിളി പൊടിതട്ടിയെടുത്താണ് ആക്രമണം. പൃഥ്വിരാജിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റിലെ ആളറിഞ്ഞ് കളിക്കട എന്ന പ്രയോഗമാണ് ഇതിനെല്ലാമായുള്ള ആയുധമായി മാറുന്നത്. RSSനെ മനസ്സിലാക്കാതെയാണ് പൃഥ്വിരാജിൻ്റെ കളികൾ എന്ന ടോണിലാണ് പ്രചാരണങ്ങളെല്ലാം. വില്ലൻ്റെ പേര് മാറ്റേണ്ടി വരുന്ന അത്ര ഗതികേടിൽ സംവിധായകൻ എത്തിപ്പെട്ടു എന്നാണ് പലരുടെയും ആക്ഷേപം. വിവാദം ഉയർന്ന ദിവസം മുതൽ സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം മൗനത്തിലാണ്. ഒരു പ്രമോഷൻ പരിപാടി പോലും നടത്തുന്നുമില്ല. പുറത്തിറങ്ങിയാൽ പ്രതികരണം എന്താകുമെന്ന ആശങ്കയിലാണ് ഈ ഒളിച്ചിരിപ്പ്. എമ്പുരാന് വേണ്ടിയെടുത്ത പ്രയത്നങ്ങളെ പ്രകീർത്തിച്ചും പൃഥ്വിരാജിൻ്റെ ലക്ഷ്യബോധത്തെ അഭിനന്ദിച്ചും ഒപ്പം വിമർശകരെ വെല്ലുവിളിച്ചുമാണ് റിലീസിൻ്റെ തലേ ദിവസം സുപ്രിയ ഈ പോസ്റ്റ് പങ്കുവച്ചത്. ഇലുമിനേറ്റിയല്ല, എന്നാൽ അഹങ്കാരിയും താന്തോന്നിയും തൻ്റെടിയുമാണ് തൻ്റെ ഭർത്താവെന്ന് സുപ്രിയ സ്നേഹപൂർവ്വം കുറിച്ചിട്ടുണ്ട്. നിന്നെയും നിൻ്റെ വലിയ സ്വപ്നങ്ങളെയും ആളുകൾ എത്രമാത്രം ആക്ഷേപിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അത്തരം എല്ലാ കുറ്റം പറച്ചിലുകാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ആളറിഞ്ഞു കളിക്കടാ. ഇങ്ങനെയാണ് സുപ്രിയ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ തിരിച്ചടിച്ച മട്ടാണ്.